പ്രിയ കുട്ടികളെ, നമ്മുടെ യൂണിറ്റ് തീർന്നു. നമുക്ക് വിലയിരുത്താം എന്ന ഭാഗത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൂരിഭാഗം ക്വസ്റ്റ്യനുകളും നമുക്ക് പരീക്ഷയ്ക്ക് ആ മോഡലിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം പോലും കളയാതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ഒന്നാമത്തെ പാഠത്തിലെ വിലയിരുത്താമാണ് നമ്മൾ നോക്കുന്നത്. അതിലെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പരീക്ഷയ്ക്ക് ആ ചോദ്യങ്ങൾ അതേപടി കോപ്പി ചെയ്ത പോലെയുള്ള പരീക്ഷാ ചോദ്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഓരോ ചോദ്യോത്തരങ്ങളും അറിയാമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ടീച്ചർ എളുപ്പ പണിയിലൊക്കെ അതൊന്ന് പറഞ്ഞു തരാം. എല്ലാ ചോദ്യോത്തരങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ചോദ്യം: 6 കാർബണാറ്റമുള്ള ഒരു ചെയിൻ ചുവടെ നൽകിയിരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരു ചെയിൻ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണം നൽകിയിട്ട് അതേ സംബന്ധിച്ച് 4 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കും വരുന്നത്. നിങ്ങൾ ഇതിനു മുമ്പും അങ്ങനെയുള്ളവ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യം: ആവശ്യത്തിന് ഹൈഡ്രജൻ ആറ്റം നൽകി ഘടന നന്നായിട്ട് പൂർത്തിയാക്കുക. ഇപ്പോൾ അതിന് നമ്മൾ നല്ല കൃത്യമായിട്ട് വെട്ടാതെ എഴുതാനുള്ള ഒരു ടെക്നിക്ക് പഠിച്ചവരാണ് നമ്മൾ. ഓരോ കാർബൺ ആറ്റത്തിൻ്റെ ചുറ്റും അതിൻ്റെ ബന്ധനവും ഹൈഡ്രജനും കൂടെ കൂട്ടി 4 വേണം. അപ്പോൾ ഒരു ബന്ധനമാണെങ്കിൽ പട്ടികയിൽ 1, 3, 4 3 ഹൈഡ്രജൻ കൊടുക്കണം. ഒരു കാർബണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ബന്ധനമാണ്. 2ഉം 2ഉം 4. ഇവിടെ 3 ബന്ധനമാണ് ഈ കാർബണാറ്റം. ഓരോ കാർബണാറ്റവും പ്രത്യേകം നോക്കിയാൽ മതി. ഈ 1, 2, 3 ഈ കാർബൺ 3ഉം 1ഉം 4. ആ 1 എന്ന് പറയുന്ന ഹൈഡ്രജനാണ്. ഒരു ഹൈഡ്രജൻ. ഈ കാർബണാറ്റത്തിൻ്റെ പുറകിൽ മാത്രം ഒരു ബന്ധനമാണുള്ളത്. 1ഉം 3ഉം 4 ഹൈഡ്രജൻ എഴുതി താഴെ ഇങ്ങനെ 3 കൊടുക്കണം. ഇനി ഈ കാർബണാറ്റത്തിന് മുകളിലും താഴെയും 2 ബന്ധനം. ഇങ്ങനെ എല്ലാ കാർബണാറ്റങ്ങളെയും കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. 2 ബന്ധനം, അതുകൊണ്ട് 2 ഹൈഡ്രജൻ ആറ്റം. 2ഉം 2ഉം 4. ഈ കാർബണാറ്റം ഒരു ബന്ധനമാണ്. 1ഉം 3ഉം 4. അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത് ഇതിൻ്റെ തന്മാത്രാ സൂത്രം എഴുതാനാണ്. അത് ആർക്കും മാർക്ക് കുറയുകയില്ല. കാർബൺ കൃത്യമായിട്ട് എണ്ണി എഴുതുക. 1, 2, 3, 4, 5, 6 കാർബൺ. 6 ഉണ്ടോ? ഇവിടെ ചെറുതാക്കി വേണം എഴുതാനായിട്ട്, അല്ലാതെ വലിപ്പത്തിൽ എഴുതരുത്. ഹൈഡ്രജൻ ഇനി എത്രയുണ്ടെന്ന് എണ്ണുക. 3, 2, 5, 1, 6, 3, 9, 2, 11, 3, 14 കാർബണാണ് ഉള്ളത്. നിങ്ങൾ എങ്ങനെയാണോ എണ്ണാൻ കൃത്യമായിട്ട് തെറ്റാതെ എണ്ണുക. പ്രധാന ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എത്ര? പ്രധാന ചെയിൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നേരെ നോക്കിയപ്പോൾ അവിടെ വെറും 1, 2, 3, 4 കാർബൺ ആറ്റമേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്ന് വളഞ്ഞിങ്ങനെ നോക്കാനുള്ള ബുദ്ധി ഉണ്ടായപ്പോൾ 1, 2, 3, 4, 5 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് അതിൽ 5 കാർബൺ ആറ്റം. ഇതെല്ലാം നമുക്ക് മാർക്കാണ് കേട്ടോ. ഇതിൻ്റെ നാമം എഴുതുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ വലുതായി കണ്ട ചെയിനിന് നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്താൽ ഉടനെ പേര്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ കൊടുക്കാൻ നേരം ഇതാണ് അതിൻ്റെ ശാഖ പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഈ കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടണം. അതിനുവേണ്ടി 1, 2, 3 ഇവിടെ നിന്ന് എണ്ണിയാലും 3. ഈ വശത്തുനിന്ന് ഏതെങ്കിലും ഒരു വശത്തുനിന്ന് വേണം എണ്ണിത്തരണം. 1, 2, 3 ഏത് വശത്തുനിന്ന് എണ്ണിയാലും അതിന് 3 കിട്ടുകയുള്ളൂ. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് എണ്ണാം. 4, 5 ശാഖ നടുക്കായതുകൊണ്ട് ഏത് വശത്തുനിന്ന് വേണേലും എണ്ണാം. അങ്ങനെയാണെങ്കിൽ നമ്പർ കൊടുത്താൽ ഉടനെ പേര്. അതാണ് നമ്മുടെ ചിട്ട. അതുകൊണ്ട് 3 എന്നെഴുതി ഒരു ഹൈഫൻ ചെറിയൊരു വര നൽകി അതിൻ്റെ പേരായ മീഥൈൽ എന്ന് കൊടുത്ത് ശാഖയുടെ പേര് കൊടുത്ത് ഇനി 5 കാർബണാറ്റം ഉള്ളത് കൊണ്ട് അതിൻ്റെ പദമൂലം ചേർത്ത് പെൻറ്റെയിൻ എന്നെഴുതിയതോടെ നമ്മുടെ സംയുക്തത്തിൻ്റെ പേര് റെഡിയായി. അടുത്തതായിട്ട് കുറേ സംയുക്തങ്ങൾ തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് ഓരോന്നിൻ്റെയും പേര് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓരോ സംയുക്തത്തിൻ്റെയും പേര് നമുക്കതിൻ്റെ ആ വശങ്ങളിൽ തന്നെ എഴുതാനായിട്ട് സ്ഥലം കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നന്നായിട്ടങ്ങ് എഴുതാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം നമ്മൾ ഏറ്റവും നീളമേറിയ പ്രധാന ചെയിൻ കണ്ടുപിടിക്കുന്നു. അതിലെ ശാഖയും നോക്കുന്നു. ശാഖയ്ക്ക് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ ഈ വശത്തുനിന്ന് ഏത് വശത്തുനിന്ന് വേണം? ശാഖ ഇരിക്കുന്ന വശത്തുനിന്ന് വേണം. അത് പെൻസിൽ വെച്ച് തന്നെ കൊടുക്കണം. നിങ്ങൾ കാണാൻ വേണ്ടിയും ഒക്കെ ഞാൻ ഈ നമ്പർ ഇത് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി സംശയമുള്ളവർ ഈ സ്ഥലത്തൊന്നും ഒന്ന് എണ്ണി നോക്കിയാൽ ശാഖ ഇരിക്കുന്ന കാർബൺ ആറ്റത്തിൽ ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ 3 എന്നാണ് നമ്പർ കൊടുത്താൽ ഉടനെ പേര് കൊടുക്കണം. 3 മീഥൈൽ. അത് 6 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് ഹെക്സൈൻ എന്നാണ് അതിൻ്റെ പേര്. അടുത്തതായിട്ട് ഒരു
നിബന്ധനമുള്ള ഒരു സംയുക്തമാണ് വന്നിരിക്കുന്നത്. നിബന്ധനത്തിൻ്റെ സൈഡിൽ നിന്ന് വേണം നമ്പർ കൊടുക്കാനായിട്ട്. അതിൽ നോക്കിയപ്പോൾ അതിൽ ശാഖകളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് ശാഖയുടെ ഒരു കാര്യവും ചെയ്യേണ്ട, നേരെ പേര് കൊടുക്കാം. അപ്പോൾ 6 എന്നാണ് ഉള്ളത്. 6 ഹെക്സൻ എന്നെഴുതി. അതിൽ നിബന്ധനം എവിടെയാണ്? 2നും 3നും ഇടയിലാണ്. അതുകൊണ്ട് അതിലെ ചെറിയ നമ്പരായ 2 എടുക്കണം. 2നും 3നും ഇടയിൽ 2 എടുത്തിട്ട് അതിന് നിബന്ധനമാണ് ഈൻ എന്ന് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈന്. അടുത്തതായിട്ട് ത്രിബന്ധനമുള്ളതാണ്. അത് അതിലും നല്ല എളുപ്പമാണ്. 4, 5, 6 എന്ന് കൊടുത്തു. അവിടെയും 6 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പേരിന് ഹെക്സൻ എന്ന് തന്നെ കൊടുക്കാം. ഒരുപോലെയുള്ളത് ചെയ്യുമ്പോൾ നല്ല സുഖമല്ലേ? 2നും 3നും ഇടയിലാണ്. അതുകൊണ്ട് 2 തന്നെ നമ്മൾ എടുത്തു. ഐൻ എന്ന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു ആസിഡാണ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആസിഡ് ഗ്രൂപ്പ് ഉള്ളതിന് നമ്മൾ ആ ആസിഡ് ഗ്രൂപ്പിൽ ഉള്ള കാർബൺ ആറ്റത്തിന് ഒന്നൊന്ന് കൊടുത്ത് നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്താൽ ഉടനെ പേരാണ് എഴുതേണ്ടത്. അതിന് പറഞ്ഞിരിക്കുന്നത് 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് പെൻറ്റനോയിക് ആസിഡ്. അടുത്തത് ഒരു ആൽഡിഹൈഡാണ്. അതിൻ്റെയും ആ ഗ്രൂപ്പ് കണ്ടതോടുകൂടി ഗ്രൂപ്പിൽ കാർബൺ ആറ്റം ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ അതിന് നമ്പർ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടത് ബ്യൂട്ടെ എന്നാണ്. 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ടനാൽ എന്ന് നമുക്ക് പേര് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വന്നിരിക്കുന്നത് CO ഉള്ളൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് സൈഡിലൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ അത്തേൽ ഒന്ന് കൊടുക്കത്തില്ല. ഇവിടുന്ന് ഈ വശത്തുനിന്ന് ഒന്ന് തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിയപ്പോൾ അതിന് 2 കിട്ടി. അപ്പോൾ ബ്യൂട്ടൻ എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് 2 ഓൺ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഉള്ള സംയുക്തങ്ങൾ ഇവയാണ്. ഒന്ന് നോക്കാം. ആ സംയുക്തങ്ങളിൽ ഇവിടെ 2 ക്ലോറോ ഗ്രൂപ്പ് ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോറോ എന്ന് മുമ്പിൽ ചേർക്കണം. ആ ക്ലോറിനുള്ള ഭാഗത്തുനിന്ന് ആ സൈഡിൽ നമുക്ക് നമ്പർ കൊടുത്തു. ക്ലോറിൻ്റെ പേര് മുമ്പിലാ ചേർക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2 ക്ലോറിനുള്ളതുകൊണ്ട് 2 പ്രാവശ്യം നമ്പർ കൊടുത്തിട്ട് 2 ക്ലോറിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡൈക്ലോറോ. പിന്നെ നമ്മുടെ പ്രധാന പേര് ബ്യൂട്ടെയിൻ എന്നാണ്. 4 കാർബൺ ആറ്റം വന്നുകൊണ്ട് ബ്യൂട്ടെയിൻ. ഇനി നമ്മൾക്ക് ഒരു ഈഥറാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിജൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈഥറാണ്. ഈ സംയുക്തം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ഈഥറാണ്. അതിന് വേണ്ടിയിട്ട് 2 അപ്പോൾ 2 ഒരേപോലെ എണ്ണം കാർബൺ ആറ്റമാണ്. ഇവിടെ CH2 CH3, ഇവിടെയും CH2 CH3, 2 ഒരുപോലെയാണ്. അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. 2 കാർബൺ ആറ്റം ഉള്ളതിനെ എതോക്സി എന്ന തുടങ്ങാനാണ് പറഞ്ഞേക്കുന്നത്. എതോക്സി. 2 കാർബൺ ആറ്റം ഉള്ളത് ഈഥൈൻ എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. എതോക്സി ഈഥൈൻ. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നിബന്ധനവും ബ്രാഞ്ചും വന്നിരിക്കുന്നത് 1, 2 എന്ന് ഇവിടെ നിന്ന് കൊടുക്കാം. അപ്പോൾ 2ലാണ് നിബന്ധനവും 2ലാണ് അതിൻ്റെ ശാഖ വരുന്നതും. അതുകൊണ്ട് ഇനി ശാഖയുണ്ടെങ്കിൽ ശാഖയുടെ നമ്പരും പേരും കൊടുക്കണം. 2 ഇട്ടു. മീഥൈൽ എന്ന് കൊടുത്തു. അതിനുശേഷം ബ്യൂട്ട്. അതിൻ്റെ 2നും 3നും ഇടയ്ക്കായിട്ട് 2 സെലക്ട് ചെയ്തു. 2 ഈൻ എന്ന് കൊടുത്തു. ഇനി ഒരേ ഒരു സംയുക്തവും കൂടിയേ ഉള്ളൂ. അതിനും ഇവിടെയാണ് ത്രിബന്ധനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് നമ്മൾ നമ്പർ കൊടുത്തു. അതിൻ്റെ പേര്, ശാഖയുടെ പേര് ആദ്യം എന്തായാലും എഴുതണം. 3 മീഥൈൽ എന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് ബ്യൂട്ട്. 4 കാർബൺ ആറ്റം ഉള്ളതിൻ്റെ ബ്യൂട്ട്. 1നും 2നും ഇടയ്ക്കാണ് ത്രിബന്ധനം വന്നിരിക്കുന്നത്. 1 ഐൻ എന്ന് വന്നു. അപ്പോൾ ഇത്രയും സംയുക്തങ്ങളും നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ചോദ്യം അടുത്ത പേജിലാണ്. അടുത്ത പേജിൽ തന്നിരിക്കുന്നത് സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ എഴുതാനാണ്. പേര് തന്നിട്ട് ഘടനാവാക്യങ്ങൾ എഴുതണം. അപ്പോൾ ഇവിടെ അത് എഴുതി തരാനായിട്ട് ടീച്ചറിന് നമുക്ക് സ്ഥലമില്ല. അതുകൊണ്ട് ടീച്ചർ അല്പം വലിപ്പത്തിൽ എഴുതി. എല്ലാം ABCD നമുക്ക് നോക്കാം. പ്രധാന ചെയിനിൽ ഹെക്സൈൻ എന്നാണ്. അതുകൊണ്ട് നമ്മൾ 6 കാർബൺ ആറ്റം വളരെ സന്തോഷത്തോടെ കൊടുത്തു.
അതിനുശേഷം ഹെക്സെയിൻ ആ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഏകബന്ധനം മാത്രമാണ്, ഈനൊന്നും ഇല്ലല്ലോ, ഏകബന്ധനം മാത്രമാണ്. 2 ഒരു പ്രാവശ്യം ഒരു മീഥൈൽ, അതുപോലെ തന്നെ 3 2 മീഥൈൽ ഗ്രൂപ്പും, 3 1 2 3 അങ്ങനെയാണ് ടീച്ചർ ആ 3 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടും ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഇനി ആവശ്യത്തിന് ഹൈഡ്രജൻ ആറ്റം കൊടുക്കണം. ഈ കാർബൺ ആറ്റം വേണ്ടി ഇപ്പോൾ 1 2 3 ഉള്ളതുകൊണ്ട് ഒരു ഹൈഡ്രജൻ. അടുത്തതായിട്ട് ഈ കാർബൺ ആറ്റത്തിൻ്റെ ചുറ്റും നോക്കുക, 1 2 3 പിന്നെ മുമ്പിലായിട്ട് ഇതുമുണ്ട്. അപ്പോൾ 4 ബന്ധനമുണ്ട്. 4 ബന്ധനം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ കൊടുക്കണ്ട, 4 ബന്ധനമുണ്ട്. ഇവിടെയാണെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ ഇരുവശങ്ങളിൽ 2 ബന്ധനം 2 ഹൈഡ്രജൻ, 2 ബന്ധനം, അതുകൊണ്ട് 2 ഹൈഡ്രജൻ, ഒരു ബന്ധനം, 1 3 4 3 ഹൈഡ്രജൻ. ഇങ്ങനെ വെട്ടാതെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിവിടെ ഹൈഡ്രജൻ ഇട്ടിട്ട് ഒത്തിരി നേരം ആലോചിക്കണം. അടുത്തായിട്ട് ഇതോക്സി ബ്യൂട്ടൈൻ ആണ്. ഈ ഓക്സി എന്ന ഭാഗം കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം അതൊരു ഈഥറാണ്. അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇവിടെ ഈതോക്സി എന്ന് പറയുമ്പോൾ ഇവിടെ 2 കാർബണും ഈ ഭാഗത്ത് ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഓക്സിജന്റെ മറുവശത്ത് ബ്യൂട്ട് എന്ന് കേട്ടത് കൊണ്ട് 4 കാർബണുമാണ്. അതായത് പദമൂലം പഠിക്കുന്നത് കൊണ്ടാണ് ഈ ഗുണം. അതെല്ലാം തമ്മിൽ ഏകബന്ധനമായിരിക്കും. ഓക്സിജന്റെ കൂടെ നമ്മൾ ഹൈഡ്രജൻ ഒന്നും ചേർക്കേണ്ടില്ല. എന്നാൽ കാർബണിന്റെ ഓരോ കാർബൺ എടുക്കുക, ചുറ്റും നോക്കുക, ഒരു ബന്ധനമേ ഉള്ളൂ, 1 3 4. ഒരു അടുത്ത കാർബൺ എടുത്തു, 2 ബന്ധനം മുമ്പിലും പുറകിലും, 2 ഹൈഡ്രജൻ. ഇവിടെ മുമ്പിലും പുറകിലുമായിട്ട് 2 ബന്ധനം 2 ഹൈഡ്രജൻ. ഈ കാർബണിനും 2 ബന്ധനം 2 2 4 2 ഹൈഡ്രജൻ, 2 ബന്ധനം 2 ഹൈഡ്രജൻ, ഒരു ബന്ധനം 3 ഹൈഡ്രജൻ. നമ്മളുടെ ആ സംയുക്തവും വളരെ കൃത്യമായിട്ട് ഹൈഡ്രജൻ തെറ്റാതെ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ബ്യൂട്ടൻ 2 ഓൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ടൻ, അപ്പോൾ പ്രധാന ചെയിന് ബ്യൂട്ട എന്ന് തന്നെയാണ്. അപ്പോൾ 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റത്തിലെ രണ്ടാമത്തേതിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഓൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 2 ഇതാണ് അത്. അപ്പോൾ ബാക്കിയെല്ലാം തമ്മിൽ ഏകബന്ധനം നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇവിടെ ഒരു ബന്ധനമേ ഉള്ളൂ, അതുകൊണ്ട് CH3. ഇവിടെ 2 ബന്ധനമുണ്ട്, അതുകൊണ്ട് H2 വേണം. ഇവിടെ ഒരു ബന്ധനം, ഇവിടെ 3 ഹൈഡ്രജൻ. അപ്പോൾ എന്തൊക്കെ മനസ്സിലാക്കണമായിരുന്നു? 4 കാർബൺ ആറ്റം ഉണ്ടെന്ന് ബ്യൂട്ടൻ കണ്ടപ്പോഴും 2 ഓൺ എന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ഒരു കീറ്റോ ഗ്രൂപ്പാണെന്നും മനസ്സിലാക്കണം. അടുത്തായിട്ട് പെൻറ്റ് 1 അയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെൻറ്റ് എന്ന് കണ്ടതോടുകൂടി നമ്മൾ താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. 5 കാർബൺ ആറ്റം ഭംഗിയായിട്ട് കൊടുക്കുക. അതിൽ ഒന്നാമത്തേതിൽ തന്നെ അയിൻ എന്ന് പറഞ്ഞാൽ 3 ബന്ധനം ഉണ്ട്. ബാക്കി എല്ലാത്തിനും എന്ത് കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ബാക്കി എല്ലായിടത്തും ഏകബന്ധനം കൊടുക്കുക. ഈ കാർബൺ ആറ്റത്തിൽ 3 ബന്ധനമുണ്ട്, ഒരു ഹൈഡ്രജൻ കൊടുത്താൽ മതി. ഈ കാർബൺ ആറ്റത്തിൻ്റെ പുറകുവശത്ത് 3 ബന്ധനവും മുൻവശത്ത് ഒരു ബന്ധനവുമാണ്. അപ്പം മൊത്തം 4 ബന്ധനമുണ്ട്. ഇനി ഇതിനൊന്നും കൊടുക്കേണ്ട. എന്നാൽ ഇതിന് ഇരുവശങ്ങളിലെ 2 ബന്ധനം 2 ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെയും 2 ബന്ധനം 2 ഹൈഡ്രജൻ കൊടുത്തു. ഒരു ബന്ധനം 3 ഹൈഡ്രജൻ കൊടുത്തു. അങ്ങനെ ഇതും വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റി. ഇനി പെൻറ്റനാൽ എന്ന് പറയുന്നതാണ് ഞാൻ എഴുതുന്നത്. അതിലും പെൻറ്റ് എന്ന് നമ്മൾ കാണുന്നുണ്ട്, ശാഖകളൊന്നും കാണുന്നില്ല. അപ്പോൾ തന്നെ ഈ ഭാഗം വെച്ചുകൊണ്ട് ആലോചിച്ചിരിക്കാതെ 5 കാർബൺ ആറ്റങ്ങൾ കൊടുക്കുക. ആൽ എന്ന് കണ്ടതോടുകൂടി ആൽഡിഹൈഡ് സംയുക്തമാണ്. അതായത് ഒരു സൈഡിലുള്ള ഒരു വശത്തുള്ള ഏത് വശത്ത് വേണേലും കൊടുക്കാം. എന്നാലും നമ്മൾ ഇത്രയും നേരം കണ്ട ആൽഡിഹൈഡിൻ്റെയൊക്കെ ഏറ്റവും അറ്റത്തുള്ള ഒന്നാമത്തെ കാർബൺ ആറ്റമായിരുന്നു ആൽ ആകുന്നത്. ബാക്കി എല്ലായിടത്തേക്കും ഏകബന്ധനവും കൊടുക്കാം. അതിനുശേഷം ഇതിലൊരു ബന്ധനമേ ഉള്ളൂ, അതുകൊണ്ട് 3 ഹൈഡ്രജൻ കൊടുത്തു. അപ്പുറത്ത് 2 ഹൈഡ്രജൻ, 2 ബന്ധനം 2 ഹൈഡ്രജൻ, 2 ബന്ധനം 2 ഹൈഡ്രജൻ. ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ അത് നമ്മുടെ ശരിയായി. ഇനി നമുക്ക് 3 ബ്രോമോ ഹെപ്റ്റൈൻ എന്ന് പറയുന്ന അല്പം നീളമുള്ള ഒരു സംയുക്തമാണ് എഴുതാനുള്ളത്. അപ്പം അത് 2 എണ്ണം കൂടെ കഴിഞ്ഞാൽ നമുക്ക് പേര് തന്നിട്ട് സംയുക്തം എഴുതുന്നതിനെ കുറിച്ച് തീരുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുക. പ്രധാന ചെയിൻ ഹെപ്റ്റൈൻ ആണ് എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആറ്റം ഉണ്ട്. തെറ്റാതെ 7 കാർബൺ ആറ്റം കൊടുക്കുക. അതിൽ 3 ഒരു ബ്രോമിനുണ്ട്. അപ്പോൾ വളരെ തെറ്റാണ്. അതിലെല്ലാം തമ്മിൽ ഏകബന്ധനവും കൂടി ഇട്ടിട്ട് നമുക്ക് പോകാം. അതിലെ 3 ഇതാണ് 3 ഒരു ബ്രോമോ ഗ്രൂപ്പാണ് ഉള്ളത്. കണ്ടോ, ബ്രോമിനുണ്ട്. ബാക്കി എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന്
ഹൈഡ്രജൻ കൊടുക്കണം. ഈ കാർബണിനെ നോക്കുക, 1 2 3 ബന്ധനമാണുള്ളത്. അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 2 ബന്ധനം 2 ഹൈഡ്രജൻ, 2 ബന്ധനം 2 ഹൈഡ്രജൻ, 2 ബന്ധനം 2 ഹൈഡ്രജൻ, ഒരു ബന്ധനം 3 ഹൈഡ്രജൻ. വലിയ സംയുക്തമാണെങ്കിൽ നമ്മൾ വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു അല്പ സ്ഥലമാണ് അതിന് വേണ്ടി ഇട്ടിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെയുള്ള ഘടനാവാക്യങ്ങളൊക്കെ എഴുതുമ്പോൾ അല്പം വലുതായിട്ടും വലിപ്പത്തിലും ഒക്കെ കൊടുത്താലേ ബന്ധനങ്ങൾ കൃത്യമായിട്ട് എണ്ണാനും എഴുതാനും പറ്റുകയുള്ളൂ. അടുത്ത ഹെക്സൻ 2 ഓൾ എന്നാണ്. പേര് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 6 കാർബണാറ്റമുള്ള ഒരു സംയുക്തമാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് 6 തെറ്റാതെ കൊടുക്കുക. ഇപ്പോൾ 5 എണ്ണയായുള്ളൂ, 6 കൊടുക്കുക. അതിൽ ഹെക്സൻ എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും തമ്മിൽ ഏകബന്ധനമാണ്. ഓൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ, അതായത് OH ഗ്രൂപ്പ് വരുന്ന, ഓൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് വരുന്ന സംയുക്തമായിരുന്നു. അത് 2ലാണ്. അപ്പോൾ 2ൻ്റെ താഴേക്ക് ഒരു വരയിട്ട് OH ഗ്രൂപ്പ് കൃത്യമായി നിങ്ങൾ പിടിപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവയ്ക്ക് എല്ലായിടത്തും ആവശ്യത്തിന് ഹൈഡ്രജൻ. ഇവിടെ 3 ബന്ധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ബന്ധനം 2 ഹൈഡ്രജൻ, 2 ബന്ധനം 2 ഹൈഡ്രജൻ, 2 ബന്ധനം 2 ഹൈഡ്രജൻ, ഒരു ബന്ധനം 1 3 4. അപ്പോൾ ഇത്രയും സംയുക്തങ്ങളുടെ ഘടനാവാക്യം കഴിഞ്ഞു. അടുത്തതായി ചില സംയുക്തങ്ങളുടെ ഘടനാവാക്യം തന്നിട്ടുണ്ട്, പേരും തന്നിട്ടുണ്ട്. അത് തെറ്റായത് തിരുത്തി എഴുതുക എന്നാണ്. തെറ്റായത് തിരുത്തി എഴുതാനായിട്ട് ഈ പേരിലോട്ട് നോക്കി ഘടനയിലോട്ട് നോക്കി ആലോചിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ, നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ പേര് കൊടുക്കാനായിട്ട്, അതുകൊണ്ട് നമ്മൾ പേര് കൊടുക്കുകയാണ്. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തായാലും കറക്റ്റായിട്ടുള്ള പേര് എഴുതണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാത്തിൻ്റെയും പേര് എഴുതി നോക്കാം. ഇവിടെ നോക്കൂ, ഇതിനകത്ത് നമ്മൾ പ്രധാന ചെയിൻ കണ്ടെത്താനായിട്ട് നേരെയുള്ള ചെയിൻ നോക്കിയാൽ 1 2 3 4 5 5 വരുന്നുള്ളൂ. പക്ഷേ അല്പം വളഞ്ഞ ഒരു ചെയിൻ കണ്ടെത്തുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 4 5 6 എണ്ണം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാന ചെയിന് പെൻറ്റെയിൻ 5 പെൻറ്റെയിൻ എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ശരി മുകളിൽ എഴുതാം. ഇതിൻ്റെ ആദ്യം നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ശരി എഴുതുന്നത്. അപ്പോൾ 1 2 3 ഈ വശത്തൊന്ന് കൊടുക്കാൻ കാരണം ഇവിടെ ഒരു ശാഖയുണ്ട്. ആ ശാഖ പിടിച്ചിരിക്കുന്ന ഈ കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം. അതുകൊണ്ട് ഈ വശത്തൊന്ന് കൊടുക്കണം. 4 5 നമ്പർ ഇട്ടാൽ ഉടനെ പേരെഴുതാം. 3 എന്ന് തുടങ്ങി 3 ഈതയിൽ, മീതയിലല്ല, മീതയിലാണ്, ഈതയിലല്ല, മീതയിൽ ഹെക്സൈൻ എന്നാണ്. 6 കാർബണാറ്റമുള്ള ഹെക്സൈൻ എന്നാണ് പേര്. ഹെക്സൈൻ. അടുത്തതായിട്ട് ഇത് 5 കാർബണാറ്റമുള്ള ഒരു കീറ്റോൺ ആണ്. ഏത് തരം സംയുക്തമാണെന്ന് ചോദിക്കുന്ന ചോദ്യം സ്ഥിരമാണ്. നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അതിന് 5 കാർബണാറ്റമുണ്ട്. അതുകൊണ്ട് പെൻഡൻ എന്ന് തുടങ്ങണം. ഓക്കെ, തുടങ്ങി പെൻഡൻ. അത് കഴിഞ്ഞ് 2 ഓൺ എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ അത് ശരി തന്നെയാണ്, നമ്മൾ എഴുതാൻ വന്ന പോലെ തന്നെയാണ്, വീണ്ടും എഴുതുന്നില്ല. അടുത്തതായിട്ട് നോക്കിയപ്പോൾ നമ്മൾ എണ്ണം കൊടുത്തിട്ടാണ് പേരിലേക്ക് നോക്കാൻ പോലും പാടുള്ളൂ. 1 2 3 4 5 6 ഹെക്സ് എന്ന് കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്പർ കൊടുത്തിട്ട് വേണം പേരെഴുതാൻ. ഈ ത്രിബന്ധനം ഈ വശത്തായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നമ്പർ കൊടുത്ത് തുടങ്ങുകയാണ്. 6. അപ്പോൾ 2നും 3നും ഇടയിലാണ് ത്രിബന്ധനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 എന്ന് തുടങ്ങണമായിരുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ അതിന് പകരം ഇവിടെ 2 എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിയാകും. ഇത് വെട്ടിയിട്ട് ഹെക്സ് 2 എന്ന് കൊടുക്കുക. ടീച്ചർ എഴുതുകയൊക്കെ ചെയ്യാത്ത സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ അടുത്ത സംയുക്തത്തിൽ ഇവിടെ 3 ക്ലോറോ ഗ്രൂപ്പ്. ഇതൊന്നും കണ്ടിട്ട് കാർബൺ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് കാർബൺ അല്ല, Cl എന്ന് പറയുന്ന ക്ലോറിനാണ്. ഇത് Cl ക്ലോറിൻ, ഇതും അടുത്ത ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിൻ പിടിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ്. അതുകൊണ്ട് ഈ പ്രധാന ചെയിനിൽ നമുക്ക് ഈ സ്ഥലത്തൊന്നും ഓരോ കാർബൺ ആറ്റത്തിനും നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കുമ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ അടുത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവർ 2 പ്രാവശ്യം ഉള്ളത് കൊണ്ട് 2 2 എന്ന് പറയണമായിരുന്നു. അപ്പോൾ നമുക്ക് 2,2 3 പ്രാവശ്യം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗം തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് തെറ്റാണ്. ശരി എഴുതണമല്ലോ. 3 ക്ലോറിൻ ഗ്രൂപ്പുകളുള്ളതുകൊണ്ട് ട്രൈ ക്ലോറോ എന്ന് എഴുതണം. ട്രൈ ക്ലോറോ എന്ന് എഴുതിയിട്ട് ബാക്കി പെൻറ്റെയിൻ ശരിയാണ് എങ്കിലും നമുക്കത് തിരുത്തി കൃത്യമായിട്ട് എഴുതണം. ട്രൈക്ലോറോ പെൻറ്റെയിൻ. അടുത്തതായിട്ട് മറ്റൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം തിരുത്തിയൊക്കെ എഴുതി. 5ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം.
അഞ്ചാമത്തെ ചോദ്യത്തിൽ 2 സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. ആ സംയുക്തങ്ങൾക്ക് ഐസോമറിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോമറിസം എന്നൊരു വാക്ക് കേട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ ആ സംയുക്തത്തിൻ്റെ ഒരു രാസസൂത്രം എഴുതുക. രാസസൂത്രം എഴുതി നോക്കുമ്പോൾ 1 2 3 4 കാർബൺ 4, ഹൈഡ്രജൻ 10, ഓക്സിജൻ 1. ഇവിടെ എഴുതി നോക്കിയപ്പോഴും കാർബൺ 4, ഹൈഡ്രജൻ 10, 3 2 5 2 7 2 9 1 10. ചിലർക്ക് 10 എവിടെ നിന്നുള്ളൊരു സംശയത്തിനാണ് ടീച്ചർ എഴുതിയത്. എന്തായാലും ഐസോമറിസം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ നമ്മൾക്ക് അതിൻ്റെ രാസസൂത്രം എഴുതി നോക്കണം. അപ്പോൾ ഇവ തമ്മിൽ ഈ 2 ജോഡി വേണം നമുക്ക്. ഇവരൊരു ജോഡിയാണ്. ആ ഒരു ജോഡി ഐസോമറിസം കാണിക്കുന്നത് ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓയും ഇതിന് OHുമാണ്. അതുകൊണ്ട് ഫങ്ഷണൽ ഐസോമറിസം ആണ്. അതൊരു ഫങ്ഷണൽ ഐസോമറിസം ആണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് ചോദിച്ചത് 1ാമത്തെ സംയുക്തം. അപ്പോൾ നമ്മൾ 1ാമത്തേനെ നോക്കി. അതിൻ്റെ മെറ്റാമറിൻ്റെ ഘടനാവാക്യം എന്താണ്? മെറ്റാമറിസം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഓക്സിജൻ്റെ ഇരുവശങ്ങളിലും വരുന്ന ഈ ഗ്രൂപ്പുകളുടെ എണ്ണ വ്യത്യാസം. ഇവിടെ 2 ഇവിടെ 2 എന്നല്ലേ വന്നത്. നമ്മൾ ഇവിടെ 1 കൊടുക്കുന്നു, ഈ വശത്ത് 3 കൊടുക്കുന്നു. അതോടുകൂടി ഇവരൊരു ജോഡിയായിട്ടുള്ള മെറ്റാമറാണ്. മെറ്റാമർ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതിയാൽ മതി. ഓക്സിജൻ എടുക്കുക, ഇരുവശത്തും വരയിടുക. മൊത്തം C നോക്കുമ്പം 4 വേണം. 1 2 3 4. ഇവിടെയാണെങ്കിൽ 1 2 3 4 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് അടുത്ത ചോദ്യവും നമുക്ക് ഐസോമർസവുമായി ബന്ധപ്പെട്ടാണ്. 6ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെയും പേരെന്ത്? 1ാമത്തെ സംയുക്തത്തിൻ്റെ മാത്രം പേര് നമ്മൾ പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. ഇതൊരു ആൽഡിഹൈഡാണ്. അതുകൊണ്ട് അതിൻ്റെ 1 എന്നുള്ള കാർബണാറ്റം അവിടെ തന്നെ നമ്മൾ കൊടുക്കണം. എന്നിട്ട് പെൻറ്റനാൽ എന്നാണ് പേര്. 5 കാർബണാറ്റം ഉണ്ട്. എന്നിട്ട് പെൻറ്റനാൽ എന്നാണ് പേര്. പെൻറ്റെന്ന് എഴുതുമ്പോൾ 5ആയി. ആൽ എന്ന് ചേർത്തപ്പോൾ ആൽഡിഹൈഡും ആയി. ഇത് ഐസോമറുകളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഒരേ ഇത് എണ്ണി നോക്കുമ്പോൾ ഇവയ്ക്ക് ഒരേ രാസസൂത്രമാണ് ഉള്ളത്. തന്മാത്രാ സൂത്രം ഒന്ന് എഴുതി നോക്കാം. കാർബണാറ്റം എണ്ണിയപ്പോൾ C5, ഹൈഡ്രജൻ മൊത്തം എണ്ണിയപ്പം 10, ഒരു ഓക്സിജൻ ഈ മൂലയിൽ കിടപ്പുണ്ട്, ഓക്സിജൻ. അപ്പോൾ C5H10O എന്നാണ്. ഇതും അതുപോലെ തന്നെ C5H10O. രണ്ടിനും ഒരേ തന്മാത്രാ സൂത്രമായതുകൊണ്ട് ഇത് ഐസോമറുകളാണ് എന്ന് നമ്മൾ പറയണം. തന്മാത്രാ സൂത്രം ഒന്ന് തന്നെ, ഘടന വ്യത്യാസമാണ്. ഏത് തരം ഐസോമറിസമാണ്? ഇവിടെ CHO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പും ഇവിടെ CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പും ആയതുകൊണ്ട് ഇതും ഫങ്ഷണൽ ഐസോമറിസമാണ്. അടുത്തതായിട്ട് 2ാമത്തെ സംയുക്തം. ഇതാണ് നമ്മൾ 2 പോയി നോക്കുക. അതിൻ്റെ ഒരു പൊസിഷൻ ഐസോമർ, 2ാമത്തെ ഐസോമറിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ CO ഗ്രൂപ്പ് 1 2ലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാർബണാറ്റം മൊത്തം നോക്കുക. 1 2 3 4 5 എണ്ണമാണ് ഉള്ളത്. ആ 5 കാർബണാറ്റത്തിൽ 1 2 എന്ന് എണ്ണിയുള്ള ഈ 2ലാണ് CO വന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിടുന്നു. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറി, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറിയതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിൻ്റെ ഐസോമറായിട്ട് വരുന്നത്. ഇനി നമുക്ക് 7ാമതൊരു ചോദ്യമുണ്ട്. പേരൊക്കെയാണ് തന്നിരിക്കുന്നത്. പേര് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഏതൊക്കെ ജോഡികളാണ് ഐസോമറിസം കാണിക്കുന്നതെന്നും അത് ഏത് തരം ഐസോമറിസമാണെന്നും എഴുതുക. ശരിക്കും പറഞ്ഞാൽ പേര് നോക്കി എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ പേര് കണ്ടു കഴിയുമ്പോൾ ഘടന എഴുതിയിട്ടാണ് നമ്മൾക്ക് എഴുതാൻ പറ്റേണ്ടത്. എന്നാലും ഇത് വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഘടന എഴുതിയിട്ട് തന്നെ എഴുതുകയാണ് മെച്ചം. പക്ഷെ ഞാൻ നോക്കി ഇവിടെ പ്രൊപ്പൻ, ഇവിടെയും പ്രൊപ്പൻ 1ol 2ol. എനിക്ക് മനസ്സിലായത് 3 കാർബണാറ്റം ഉള്ളവയാണിത്. ഒന്നിൻ്റെ 1ാമത്തെ പൊസിഷനിൽ നമ്മുടെ OH ഗ്രൂപ്പ് ഓൾ എന്ന് ചേർത്തിരിക്കുന്നു. 2ാമത്തെ കാർബണാറ്റത്തിൽ OH ഗ്രൂപ്പ് ചേർത്തിരിക്കുന്നു. അപ്പോൾ 2 OH ഗ്രൂപ്പിൻ്റെ സ്ഥാനങ്ങൾക്ക് വ്യത്യാസമുള്ള പൊസിഷൻ ഐസോമറിസം ആണിത്. പൊസിഷൻ ഐസോമറിസം ഒന്ന് മൊത്തം എഴുതുക, ഐസോമറിസം ഒന്ന് ചേർത്ത് എഴുതാവൂ. ഇനി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ
2,3 ഡൈമീഥൈൽ ബ്യൂട്ടനും ഈതോക്സി ഹെക്സൈനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഘടന എഴുതുകയാണ് നല്ലതെന്ന് കാണിക്കാൻ ടീച്ചർ ഈ പ്രാവശ്യം ഘടന കാർബണിങ് ഹെക്സൈൻ എന്ന് കണ്ടതോടെ 6 കാർബണാറ്റം ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ പരിചയം കൊണ്ട് ടീച്ചർ അങ്ങനെയല്ല നേരെ എഴുതണം. 6 കാർബണാറ്റം ഇട്ട് ഭംഗിയായിട്ട് നമ്മൾ ഇത് ഹെക്സൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നീളത്തിലുള്ളത്. എന്നാൽ ഇനി ഇതെഴുതി നോക്കിയാലോ, CH3 CH2 ഈതോക്സി ഈതൈൻ തന്നെയാണ്. ഈ സ്ഥലത്തും 2 കാർബണാറ്റം ഉള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ CH3 രണ്ടാമത്തെ കാർബണാറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, മൂന്നാമത്തെ കാർബണാറ്റത്തിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. എന്നിട്ട് ഇതാണ് അതിൻ്റെ ഘടന. അപ്പോൾ ഇവിടെ ഈ രണ്ട് സിയും എഫും എണ്ണുവാണെങ്കിൽ അതിൽ ഒരേ കാർബണാറ്റവും C6H14 എന്ന് നമുക്ക് കാണാൻ പറ്റും. ബിയും എഫും ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്തമായിട്ടുള്ള ചെയിനുമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ളത് ചെയിൻ ഐസോമർസ് ആണ്. ബിയും എഫും തമ്മിലുള്ളത് B,F ചെയിൻ ഐസോമറിസം എന്ന് മൊത്തം എഴുതുക. ടീച്ചർ അതൊക്കെ എഴുതുന്നത് നിങ്ങൾ ഇനി വേണ്ടാന്ന് വെക്കും, ടീച്ചർ വേണ്ടാന്ന് വെച്ചാൽ ഐസോമറിസമാണ്. ഇനി നമുക്കിവിടെ 2 എണ്ണമാണ് മിച്ചമുള്ളത്, A ആൻഡ് D. അപ്പം ഇത് മീതോക്സി പ്രൊപ്പൈനാണ്. ഇതുകൂടി ടീച്ചർ എഴുതുകയാണ്. മീതോക്സി എന്ന് പറയുമ്പോൾ ഒരു കാർബണാറ്റത്തെ തുടങ്ങി O ഇട്ട്, പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ 3 കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഈ സൈഡിൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഈ എയും ഡിയും തമ്മിലാണ് ഐസോമറിസം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഐസോമറിസത്തിൻ്റെ പേര് എയും ഡിയുടെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ കാർബണാറ്റം 5, ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ 10 എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഓക്സിജനും C5 C4 കാർബൺ ഹൈഡ്രജൻ 5 ഓക്സിജൻ 1. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ എ ആൻഡ് ഡി. അതിൻ്റെ ഐസോമറിസം എന്താണെന്ന് പ്രിയപ്പെട്ട കുട്ടികൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പം നിങ്ങൾ പഠിച്ചതൊക്കെ മനസ്സിലായെന്ന് ടീച്ചറിന് മനസ്സിലാവും. അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുകളൊക്കെ ആരംഭിക്കും. നിങ്ങൾക്ക് ഫിസിക്സും ടീച്ചർ വേറൊരു ചാനലിൽ ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനൽ ഇങ്ങനെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെയല്ലേ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.